ISL 10 സീസണിൽ തകർപ്പൻ ഫോമിലാണ് ബ്ലാസ്റ്റേഴ്സ്. ലീഗിൽ 1-ാം സ്ഥാനവുമായി സൂപ്പർ കപ്പിനെത്തിയ ബ്ലാസ്റ്റേഴ്സ് ആ മികവ് തുടരുകയാണ്. ആദ്യ മത്സരത്തിൽ 1-നെതിരെ 3 ഗോളിനാണ് ഷില്ലോങ് ലെജോങ്ങിനെ തോൽപ്പിച്ചത്. ഈ വിജയം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ നൽകുന്ന ആത്മവിശ്വാസം കേരള ബ്ലാസ്റ്റേഴ്സിന് കരുത്താകുമെന്ന് ഉറപ്പാണ്. ജംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC എന്നിവരാണ് ഗ്രൂപ്പ് ബിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. 2014 തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒറ്റ കിരീടം നേടാനായിട്ടില്ല. ഇത്തവണ സൂപ്പർ കപ്പിലൂടെ ആദ്യ കിരീടം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്നാണ് ആരാധകരുടെ ഉറച്ച പ്രതീക്ഷ. നിലവിലെ ഫോം തുടർന്നാൽ ഇവാൻ വുക്കോവനോവിച്ചിനും സംഘത്തിനും ഇത് സാധ്യമാവുമെന്നാണ് ടീം മാനേജ്മെന്റും പ്രതീക്ഷിക്കുന്നത്. 16 ടീമുകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് സൂപ്പർ കപ്പിൽ മത്സരങ്ങൾ നടക്കുന്നത്. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് ശേഷം നേരിട്ട് സെമിഫൈനലാണ്. പ്രീ ക്വാർട്ടറോ ക്വാർട്ടർ ഫൈനലോ ഇല്ല. 4 ഗ്രൂപ്പുകളിലും 1-ാം സ്ഥാനത്തെത്തുന്ന ടീമുകൾ നേരിട്ട് സെമിയിലേക്ക് യോഗ്യത നേടുന്ന തരത്തിലാണ് ടൂർണമെന്റിന്റെ മത്സരക്രമം. ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരായാൽ പോലും ടൂർണമെന്റിൽ നിന്ന് പുറത്താകുമെന്ന് ചുരുക്കം. ഗ്രൂപ്പ് ബിയിൽ ആദ്യ കളി ജയിച്ചു നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ജംഷഡ്പൂരിനെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയുമാണ് നേരിടാനുള്ളത്. ജംഷഡ്പൂർ FCക്കെതിരായ മത്സരം ഈ മാസം 15-നും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ പോരാട്ടം ജനുവരി 20-നും നടക്കും. ഈ 2 കളികളിലും ജയിക്കാനായാൽ മഞ്ഞപ്പടയ്ക്ക് ആധികാരികമായി സെമിയിലെത്താം. ജംഷഡ്പൂരിനോട് ജയിക്കുകയും നോർത്ത് ഈസ്റ്റിനെതിരെ സമനില നേടുകയും ചെയ്താലും ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലെത്തും. അവസാന 4-ലെത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരാകും. ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഹൈദരാബാദ് FC, ഐ ലീഗ് ടീമായ ശ്രീനിധി ഡെക്കാൻ എന്നിവരാണ് ഗ്രൂപ്പ് എയിൽ കളിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.